പെറ്റ്സ് കൺട്രോൾ എന്താണ്? പെറ്റ്സ് ഇൻഫെക്റ്റേഷൻസ് ഈസ് ഇൻ പ്ലാന്റ്സ് ഇൻ എ മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ഫാമേഴ്സ്. ഹൗ ക്യാൻ ബി പെറ്റ്സ് ഇൻഫെക്റ്റേഷൻ ബി കൺട്രോൾഡ്? എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? യൂസിങ് കെമിക്കൽ പെസ്റ്റിസൈഡ്, യൂസിങ് ബയോ പെസ്റ്റിസൈഡ് ഓർ ഓർഗാനിക് പെസ്റ്റിസൈഡ്, യൂസിങ് പെറ്റ്സ് ഈറ്റിംഗ് ഓർഗാനിസം. ഓക്കെ, ഇനി അവരെ സംഭാഷണം നോക്കുക. താഴെയുള്ള ഐ സ്പ്രേ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് വെൽ സോ നോട്ട് എ സിംഗിൾ പെറ്റ്സ് ഇൻ മൈ ക്രോപ്സ്. ഓക്കെ, മറ്റേ ആൾ എന്താ പറയുക? ഐ സ്പ്രേ ടൊബാക്കോ ഡിക്കോഷൻസ് ഐ കുഡ് കൺട്രോൾ ദ പെറ്റ്സ് ടു some extent. Okay, ഇനി പെറ്റ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ലൈറ്റ് ട്രാപ്പ് ടു. ഐ ലവ് പെറ്റ്സ്, ഐ വിൽ ഈറ്റ് ആസ് മെനി ആസ് ഐ ക്യാൻ. അവരെന്താ പറയണത് നോക്കൂ? എന്നാലും ഞാൻ നന്നായി കീടനാശിനി തളിക്കും, ഒറ്റ പ്രാണി പോലും ഇല്ല എന്നാണ് ആദ്യത്തെ ആൾ പറയുന്നത്. രണ്ടാമത്തെ ആൾ എന്താ പറയുക? ഞാൻ പുകയിലെ കഷായമാണ് തെളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി എന്ന്. മൂന്നാമത്തെ ആൾ എന്താ പറയുന്നത്? പെറ്റ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ലൈറ്റ് ട്രാപ്പ് ടു. എന്താണ്? വിളക്കു കെണി വെച്ചു പ്രാണികളെ നശിപ്പിക്കാം എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഐ ലവ് പെറ്റ്സ്, ഐ വിൽ ഈറ്റ് ആസ് മെനി ആസ് ഐ ക്യാൻ. എന്താണ്? പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കുന്നു എന്നാണ് ആര് പറയുന്നത്? ഫ്രോഗ് പറയുന്നത്. ഹാവൻ യു ലിസൺ വാട്ട് ഈച്ച് ഓഫ് ദം സെഡ്? റൈറ്റ് ഡൗൺ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെറ്റ്സ് കൺട്രോൾ ഇൻ യുവർ പ്ലാന്റ്സ്. എന്താണ്? ഓരോരുത്തരും പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ? എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? പിന്നെ എന്താണ്? സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ എഴുതുന്നു. എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് എന്തൊക്കെ പെറ്റ്സ് കൺട്രോളാണ് നമ്മൾ നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പെറ്റ്സ് കൺട്രോൾ മെഷേഴ്സ്. എന്തൊക്കെ പെറ്റ്സ് കൺട്രോൾ മെഷേഴ്സാണ് നോക്കാം. ഓക്കെ, എന്താണ്? ബയോളജിക്കൽ കൺട്രോൾ. എന്താ ബയോളജിക്കലായിട്ട് നമ്മൾ നോക്കുക? ലേഡി ബഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഇൻസെക്ട്സ് ആണ്. അത് നോക്കാം. ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ് ദ പെറ്റ്സ് ദാറ്റ് ഗ്രോ ഓൺ ദ പ്ലാന്റ്. ട്രയോഗാമ ഈസ് ദ അനദർ ഫ്രണ്ട്ലി ഇൻസെക്ട്സ് ഓഫ് ദി കൈൻഡ്. സിമിലർലി ഫ്രോഗ്, മെപ്യൂബ, കൊളോക്സ്, ബഗ് എക്സെട്ര feed on the pets which infects crops. This kind of pets control is called biological control. When the pesticides are applied, their friendly agent also get destroyed along with the pets. എന്താണ്? ഈ ലേഡി ബഗ് എന്ന പെറ്റ് ഇൻസെക്ട്സ് ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്ന് നശിപ്പിക്കും. ഇത്തരത്തിലുള്ളൊരു കീടാനെയാണ് അതായത് ട്രയോഗാമ. ഓക്കെ, എന്താണ്? ട്രൈക്കോഗാമ കേട്ടോ, സോറി. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികളൊക്കെ അല്ലേ, അവളും കീടങ്ങളെ തിന്ന് നശിപ്പിക്കും. ഇത്തരം കീടനാശിനി നിയന്ത്രണമാണ് എന്ത്? ബയോളജിക്കലായിട്ടുള്ള കൺട്രോൾ തരുന്ന കീടനാശിനി നിയന്ത്രണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി കെമിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹാവ് യു നോട്ടീസ്ഡ് ദ gold colored fly which destroyed the fruit of certain vegetable plants? Let's learn trick to control this fly. എന്താണ്? crush a handful of basil leaves and put it in the steel plate. Observe the plate after while we can see the gold colored flies. എന്താണ്? approaching the plate attracted by the smell of basil leaves, vegetables fan can be protected by destroying this file. This method is of controlling pets by removing them manually or using trap to called mechanical control. Pheromone trap is an example for this. It is available in the market. എന്താ പറയണത്? ഇത് നമുക്ക് മെക്കാനിക്കലായിട്ട് കൺട്രോൾ ചെയ്യാം. എങ്ങനെയാണ്? ചില ഇനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറത്തിലെ ചെറിയ ഈച്ചയിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം എന്താണ്? നമ്മൾ ബേസിൽ ചെടിയിൽ എന്താണ്? തുളസി ചതച്ച് ഒരു പ്ലേറ്റിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ആ പ്ലേറ്റ് നിരീക്ഷിച്ചാൽ തുളസിയുടെ മണം മൂലം ആ ഈച്ചകളൊക്കെ വന്നിട്ട് പ്ലേറ്റിൽ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാമെന്നാണ് അവർ പറയണത്. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് എന്ത്? മെക്കാനിക്കൽ
കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി പെസ്റ്റിസൈഡ്സ് ആണ്. എന്തൊക്കെ വിധം പെസ്റ്റിസൈഡ്സ് ഉണ്ട്? എന്താണ്? കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ട്, ഓർഗാനിക് പെസ്റ്റിസൈഡ്സും ഉണ്ട്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ദീസ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റാൻസസ്. ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ ദ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. എന്താണ്? കീടനാശിനികളെ നശിപ്പിച്ച് ദോഷം കുറഞ്ഞവയാണ് ഏത്? ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ഓക്കെ, കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ അപേക്ഷിച്ച് ഓർഗാനിക് പെസ്റ്റിസൈഡാണ് ഏറ്റവും നല്ലത്. എന്താണ്? ടൊബാക്കോ ഡിക്കോഷൻ, നീം ഓയിൽ ഇമോൾഷൻ, ഗാർലിക്, കാന്താരി മിക്സ്ചർ, what are same organic pesticides, some organic pesticide. Okay, sorry, some organic pesticides. Many organic pesticides are available in our market nowadays. Let's prepare an organic pesticides. എന്താണ്? നമ്മൾ ഈ ജൈവ കീടനാശിനികളുണ്ടല്ലോ, അത് എന്താണ്? വളരെ ദോഷം കുറഞ്ഞതാണ് മറ്റേ കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ അപേക്ഷിച്ച്. പിന്നെ വേപ്പെണ്ണ, എന്താണ് ഇമൽഷൻ ഉണ്ടല്ലോ, പിന്നെ വെളുത്തുള്ളി, കാന്താരി, വേപ്പെണ്ണേൻ്റെ ഇമൽഷൻ, പിന്നെ വെളുത്തുള്ളി, കാന്താരി മിശ്രിതം തുടങ്ങിയവ, പുകയില കഷായം, അതൊക്കെ വളരെ പ്രധാനമുള്ളതാണ്. ഓക്കെ, അതിന് ഉദാഹരണങ്ങളാണ് ഓർഗാനിക് പെസ്റ്റിസൈഡിന്. ഇനി ടൊബാക്കോ ഡിക്കോഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചോപ്പ് 100 grams ഓഫ് ടൊബാക്കോ ആൻഡ് സോക്ക് ഇറ്റ് 1.5 liter ഓഫ് വാട്ടർ ഫോർ എ ഡേ. എന്താണ്? 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. എന്നിട്ട് എന്താ? സ്ക്യൂസ് ഇറ്റ്, ഫിൽറ്റർ ഇറ്റ്, ഡിസോൾവ് 10 gram ഓഫ് വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. എന്താണ്? അതിലെന്ത് ചെയ്യുക? നമ്മൾ ഇത് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് അതിൽ 10 gram എന്താണ് ബാർ സോപ്പ് ലയിപ്പിക്കാനാണ് പറയുന്നത്. എന്നിട്ട് ടൊബാക്കോ ഡൊക്കേഷൻ ഈസ് റെഡി നൗ. അപ്പോൾ നമുക്ക് പുകയില കഷായം തയ്യാറായി. എന്താണ്? ഡൈല്യൂട്ട് ചെയ്യാൻ, ആഡിങ് ട്വൈസ് എ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്. എന്താണ്? അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ ഇത്രയും? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. Shouldn't weeds also be controlled for getting a good yield? Now can weed be controlled? Right in the science diary. എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് വീഡ്സൈഡ്സ് പിന്നെ റിമൈനിങ് യൂസിങ് ഹാൻഡ്. ഓക്കെ, അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, suitable climate also be influenced agriculture, therefore we can need cultivate crops that is suitable for to climate. So far we have discussed the various factors which help to getting better yield. Hope you will consider them while farming. എന്താ പറയുക? അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി അതിനാൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ വിളകൾ വേണം കൃഷി ചെയ്യാൻ. ഓക്കെ, മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായ വിവിധ ഘടകങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെ പഠിച്ചതല്ലേ. ഇനി കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം? അപ്പോൾ ഒരാളവിടെ ചിന്തിക്കുന്നുണ്ട്, എന്താണ്? ഐ ടു വാണ്ട് ടു ബിക്കം എ ഗുഡ് ഫാമർ, വേർ ഷാൾ ഐ ഫാം? എന്താണ്? എനിക്കും നല്ലൊരു കർഷകരാകണം, ഞാൻ എവിടെ കൃഷി ചെയ്യുമെന്നാണ് അയാൾ ചോദിക്കണത്. എന്താണ്? കിച്ചൺ ഗാർഡൻ അറ്റ് ഹോം, ടെറസ്, വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ സ്കൂൾ, ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ. എന്താണ്? വീട്ടിലെ അടുക്കളയിലാവാം, മട്ടുപ്പാവിലാവാം, ടെറസിൻ്റെ മേലിലാവാം, പിന്നെ എന്താണ്? സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലാവാം. ഓക്കെ, which are the methods you have learned so far to produce sapling? Hope you will try to develop the biodiversity park in your school by producing high quality sapling. Through this method, recorded the activities you have done for this in your science diary. എന്താ? സസ്യങ്ങളെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയത്? ഈ രീതികൾ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കി നിങ്ങളുടെ സ്കൂളിലെ ഉദ്യാനത്തിലോ പിന്നെ ഇതിനായി നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രേഖപ്പെടുത്തിക്കോളൂ.